വൈശാഖ മഹോത്സവത്തിന് ഒരുങ്ങി കൊട്ടിയൂർ. ജൂൺ 8-ന് തീർത്ഥാടനം തുടങ്ങും. മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചു. ജൂൺ 8 മുതൽ ജൂലൈ 4 വരെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുക. കഴിഞ്ഞ വർഷത്തെ മഹോത്സവകാലത്ത് 30 വർഷത്തോളം ഭക്തരാണ് കൊട്ടിയൂരിൽ എത്തിയത്. അതിലധികം പേർ ഇത്തവണ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റി എൻ പ്രശാന്ത് അറിയിച്ചു. മുൻ വർഷങ്ങളെപ്പോലെ തന്നെ ഏതാണ്ട് 2000-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ 67.5 സെന്റ് സ്ഥലം വിലക്ക് വാങ്ങാനുള്ള അനുമതി ദേവസ്വത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രോസസ്സിംഗ് ആണ്. അത് ഈ വർഷം നമുക്ക് ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ശുദ്ധജല വിതരണത്തിനായി ദേവസ്വത്തിൻ്റെ കിണറുകൾ എല്ലാം തന്നെ ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പുതിയൊരു കിണർ നമ്മൾ നിർമ്മിക്കുകയുണ്ടായി. കൂടാതെ ഈ വർഷം ആ കിണറിനോട് ചേർന്ന് തന്നെ ഒരു വാട്ടർ ടാങ്ക് സംവിധാനം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഭക്തജനങ്ങൾക്ക് ഈ വർഷം കടുത്ത മഴയിലാണല്ലോ ഉത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം നൽകാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട്. അത് ക്യൂവിൽ നിൽക്കുന്ന ഭക്തന്മാർക്ക് കിഴക്കേ നടയിലും അതേപോലെ തന്നെ പടിഞ്ഞാറ് നടയിലുള്ള ഭക്തന്മാർക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ ചുക്ക് കാപ്പി വിതരണം ചെയ്യാനുള്ള സംവിധാനം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഭക്തർ എത്തിയിട്ടും കഴിഞ്ഞ തവണത്തെ തീർത്ഥാടനം സുഗമമായിരുന്നു. വാഹന പാർക്കിംഗാണ് എപ്പോഴും വലിയ പ്രതിസന്ധി ഉണ്ടാക്കാറുള്ളത്. അതിനാൽ ഇക്കുറി 2000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനു പുറമെ 67 സെന്റ് സ്ഥലവും പാർക്കിങ്ങിനായി വാങ്ങിയിട്ടുണ്ടെന്നും ദേവസ്വം അധികൃതർ അറിയിച്ചു. ഉത്സവനഗരിയിലും 1 കിലോമീറ്റർ ചുറ്റളവിലും ഇൻഷുറൻസ് പരിരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ശുദ്ധജലം, താമസ സൗകര്യം, സുരക്ഷ, സാനിറ്റേഷൻ, മാലിന്യ സംസ്കരണം എന്നീ സംവിധാനങ്ങളും ശാസ്ത്രീയമായി തന്നെയാണ് ഒരുക്കിയത്. പ്രസാദ വിതരണത്തിന് പ്രത്യേക കൗണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട്. വൈശാഖ മഹോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും പ്രശാന്ത് അറിയിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ, മാനേജർ കെ നാരായണൻ, ചന്ദ്രശേഖരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.